സ്മൃതി, നിങ്ങളുടെ ആ ഡ്രോൺ തിരിച്ചു വന്നായിരുന്നു നമ്മുടെ ദിലീപിന്റെ അടുക്കളയ്ക്കകത്ത്. പപ്പടമാണോ അത് മറ്റേ ഉരുളക്കിഴങ്ങാണെന്ന് അറിയാൻ പോയി ദിലീപിന്റെ സെപ്റ്റി ടാങ്കിന്റെ അളവ് എടുക്കാൻ ഡ്രോൺ തിരിച്ചു വന്നോ അതോ ഇസ്രായേൽ വെടിവെച്ചിട്ടോ? നിങ്ങൾക്ക് നാണമുണ്ടോ? നാണം. റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിന് നാണമുണ്ടോ? ലജ്ജ, സ്വല്പ ഉളുപ്പുണ്ടോ? ആദ്യത്തെ ചോദ്യമാണ്. 8.5 വർഷം ഒരാളെ പ്രതിസ്ഥാനത്തങ്ങ് നിർത്തി നിങ്ങളുടെ വൈരാഗ്യം തീർക്കാൻ അന്ത്യചർച്ച നടത്തി നാണം കെട്ട് നിങ്ങൾ തല താഴ്ത്തുമ്പോ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക അവൾക്കൊപ്പം. പിന്നെ ഞങ്ങളെല്ലാം പിന്നെ ആർക്കൊപ്പം? കൊടുത്തു കൊടുത്തു കൊടുത്തു. സജി നന്ദിയായിട്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്മൃതി പരുത്തിക്കാട് വാ തുറക്കുന്നില്ല. സ്മൃതിക്ക് മാത്രമല്ല, വീരപ്പന്റെ മരമുറി ചാനലിന് വേണ്ട വിധത്തിൽ കൊടുത്തിട്ടുണ്ട് സജി നന്ദിയായിട്ട്. അല്ലെങ്കിലും കുറച്ച് കൂടുതലാണ് കേരളത്തിലെ മാപ്രകൾക്ക്, പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടർ ടിവിക്ക്. അതിപ്പോ ദിലീപ് വിഷയത്തിലാണെങ്കിലും ശരി, രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലാണെങ്കിലും ശരി, ഇവര് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇവര് പറയുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ വല്ലാത്ത ആവലാതിയാണ്, വല്ലാത്ത വേവലാതിയാണ്, വല്ലാത്ത അസ്വസ്ഥതയാണ്, വല്ലാത്ത നിരാശയാണ്. അല്ലേ? നിങ്ങളൊന്ന് നോക്കൂ. കഴിഞ്ഞ ദിവസം ദിലീപിന്, അവിടെ നിന്ന് തുടങ്ങാൻ നമുക്ക്, ദിലീപിന് കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുന്നു. കോടതി വിധി പറയുന്നു. ബാക്കിയുള്ള ഒരുപാട് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നു. ദിലീപ് അല്ലാത്ത വേറെ 2-3 പേര് കൂടി കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തുന്നു. ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ലെന്ന് കണ്ടെത്തുന്നു. ഒക്കെ കഴിയുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ആശങ്കയാണ്. അന്ന് നമ്മള് ഈ വാർത്താ ചാനലുകളോട് കണ്ട കാഴ്ച എന്താ? ആലുവയിലെ ദിലീപിന്റെ വീടിന് മുകളിൽ ഇവർ ഡ്രോണ് പറത്തുകയാണ്. ആരാണ് ഇവർക്ക് ഇതിന് അവകാശം കൊടുത്തത്? ആരാണ് ഇവർക്ക് ഇതിന് അവകാശം കൊടുത്തത്? ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ 2ാമത്തെ പരാതി വരുന്നു. ആ പരാതി വന്നതിൽ പിന്നെ രഹസ്യമൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പുറത്തേക്ക് വിടുന്ന പല കാര്യങ്ങളും, ആ രഹസ്യമൊഴി എങ്ങനെയാണ് ഇവർക്ക് ലഭിക്കുന്നത്? ആ രഹസ്യമൊഴി അങ്ങനെ കിട്ടാനുള്ള വല്ല വഴികളുമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെ രഹസ്യമൊഴി എന്നെന്തിനാണ് പറയുന്നത്? അപ്പോ പച്ച നുണകൾ, ഊഹാപോഹങ്ങൾ, അഭ്യൂഹങ്ങൾ ഒക്കെ പരത്തിവിടുക. ഇവര് രഹസ്യമൊഴി എന്ന് പറയുന്നത് എന്താണ്? ഈ യുവതി രാഹുലിനെതിരെ പരാതി മെയിൽ വഴി KPCC പ്രസിഡന്റിന് അയച്ച പരാതി, ആ പരാതി ഇവർക്ക് ആദ്യമായി അയച്ചിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ്. ആ പരാതിയിൽ പറഞ്ഞ കാര്യമാണ് രഹസ്യമൊഴി എന്ന് ഇവർ പറയുന്നത്. പക്ഷേ യുവതി കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴിയും ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, കോടതി രണ്ടും പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങളാണുള്ളത്. വലിയ വൈരുദ്ധ്യങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ 2ാമത്തെ പരാതിയിൽ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള സർക്കാർ എവിടെ പോവുകയാണ്? ഹൈക്കോടതിയിൽ. എന്നാ പിന്നെ കേരള സർക്കാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന ഒരു പരാതി വേറെ ഒന്നുണ്ട്. കേരളത്തിലെ ഒരു ചലച്ചിത്ര പ്രവർത്തക, ആ ചലച്ചിത്ര പ്രവർത്തക കേരളത്തിലെ മുൻ MLA ആയിട്ടുള്ള PT കുഞ്ഞിമുഹമ്മദ് തന്നെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ള പരാതി, രാഹുലിനെതിരെയുള്ള ആദ്യ പരാതി വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന പരാതിയാ. ആ പരാതിയിന്മേൽ ഒരു FIR പോലും ഇട്ടിട്ടില്ല. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി മുൻകൂർ ജാമ്യം നൽകുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീലിന് പോവുകയാ. എവിടെ? ഹൈക്കോടതിയിലേക്ക്. മനസ്സിലായില്ലേ? അപ്പൊ അതിനെയൊക്കെ ഏറ്റുപിടിക്കുന്ന മാധ്യമ പ്രവർത്തകര് എന്ന് ഇവർ അവകാശപ്പെടുന്ന ആളുകൾ, ഈ മാപ്രകൾ, അവര് ദിലീപിന്റെ വീടിന്റെ മുകളിൽ ഡ്രോൺ പറത്തുക. ആരാണ് ഇവർക്ക് ഇതിന് അവകാശം നൽകിയത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാണ്. ആരാണ് ഇവർക്ക് ഇതിന് അവകാശം നൽകിയത് ഡ്രോൺ പറത്താൻ? അതും ഒരാളുടെ സ്വകാര്യതയിലേക്ക്, വീടിനുള്ളിലേക്ക്, കോമ്പൗണ്ടിനുള്ളിലേക്ക് ഇത്തരത്തിൽ ഡ്രോൺ പറത്താനുള്ള അവകാശം ആരാണ് നൽകിയത്? ആരും നൽകിയിട്ടില്ല. അപ്പൊ ഈ നടത്തുന്നത് എന്താണ്? ഈ അക്രമം, ഈ ക്രിമിനൽ, അല്ലെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമല്ലേ ഉണ്ടാവുകയുള്ളൂ. മുതലാളി തന്നെ വലിയ കാട്ടുകള്ളനാണ് വീരപ്പൻ, അല്ലേ? കേരളത്തിന്റെ പൊതുസ്വത്ത് കൊള്ളയടിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് ഈ പറയുന്ന മീഡിയയുടെ റേറ്റിംഗിന് വേണ്ടി കോടികൾ ചെലവാക്കി, എല്ലാം കൊണ്ടും തട്ടിപ്പ് മാത്രം, എല്ലാത്തിലും കള്ളക്കളികൾ മാത്രം. അങ്ങനെ പേരും പ്രശസ്തിയിലേക്കും എത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
എവിടെ വരെ ചെന്നെത്തി നിൽക്കുന്നു ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്? അത് തന്നെയാണ് ഇവിടെ ദിലീപിന്റെ കാര്യത്തിലാണെങ്കിലും നടന്നത്. കഴിഞ്ഞ 9 വർഷക്കാലം അത് തന്നെയാണ് നടന്നത്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും അത് നടക്കുന്നത്. ഇപ്പൊ കോടതി ജാമ്യം അനുവദിക്കുമ്പോ ഇവർക്ക് വലിയ നിരാശയാ. ഇവർ പറയുന്നത് എന്താ? വലിയ കർശന ഉപാധികളോട് കൂടി ജാമ്യം നൽകി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് കർശന ഉപാധി എന്ന് ചോദിക്കുമ്പോ ഇവർ പറയുന്നത്, ഒന്ന്, അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി പറഞ്ഞു. 2, കോടതി പറയുന്ന സമയങ്ങളിൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അന്വേഷണത്തോട് സഹകരിക്കണം എന്നുള്ളത്. നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? മാപ്രകളെ ആരെയാണ് മാപ്രകൾ വിഡ്ഢികളാക്കുന്നത്? കേരളത്തിലെ പൊതുജനത്തെയോ? നിങ്ങളൊന്ന് അറിയുമോ? രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യാപേക്ഷയിൽ നൽകിയ അപേക്ഷയിൽ അതിൽ പറയുന്ന കാര്യങ്ങളിൽ പെടുന്നതാണിത്. ഞാൻ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്, കോടതി എനിക്ക് മുൻകൂർ ജാമ്യം നൽകണം, അഥവാ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടുവാനുള്ള ഉത്തരവുണ്ടാകണം, കോടതി പറയുന്ന എന്ത് വ്യവസ്ഥകളും പാലിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത് തന്നെ. ഇനി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ കാര്യങ്ങളും ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കറിയോ, പിന്നെ ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക പോലും ചെയ്യില്ല. അത് രാഹുലിൻ്റെതാണെങ്കിലും ശരി, ഏത് കേസിലാണെങ്കിലും ആരുടേതാണെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിന്റെ ഒരു ഫോർമാറ്റിൽ പെടുന്നതാണ് ഇത്തരത്തിൽ കോടതി പറയുന്ന കാര്യങ്ങളോട് സഹകരിക്കാം, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാം, ഞാൻ തെളിവ് നശിപ്പിക്കില്ല എന്നൊക്കെ രീതിയിലുള്ള പല ഉറപ്പുകളും നൽകുക എന്നുള്ളത്. ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷ തന്നെ പരിഗണിക്കില്ല. അതൊരു ഫോർമാറ്റാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ അടുത്ത് രാഹുൽ സ്വമേധയാ കോടതിയോട് പറഞ്ഞതാണ്, ഡിക്ലെയർ ചെയ്ത കാര്യമാണ്, സമ്മതിച്ച കാര്യമാണ്, അന്വേഷണവുമായി സഹകരിക്കാമെന്നും കോടതി പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കാമെന്നും. എന്നിട്ട് ഇവര് പറയാ കർശന ഉപാധികൾ എന്ന്. എന്താണ് കർശന ഉപാധി? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കാണ്. അപ്പോ ഇവരെ ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാല്, കേരളത്തിലെ മാപ്രകളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശാജനകമായ ഒരു ഘട്ടത്തിലൂടെ അവർ കടന്നു പോകുന്നത്. പണിയെടുത്ത് രാവും പകലും ഇല്ലാതെ പണിയെടുത്തിട്ട് അവസാനം വെള്ളം കോരിയത് ഓട്ടത്തൊട്ടിയിലാണ് എന്നുള്ളതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വെള്ളം കോരുന്നതോ ഓട്ടത്തൊട്ടിയില്ല. ആ ഓട്ടത്തൊട്ടിയിൽ വെള്ളം കോരിയ വെള്ളം കിണറ്റിൽ നിന്ന് മുകളിലേക്ക് എത്തൂല, അല്ലേ? അതാണ് ഇവരുടെ അവസ്ഥ. രാപ്പകലില്ലാതെ വലിയ പണിയെടുക്കുകയാണ്. പക്ഷേ അവസാനം എന്ത് കാര്യവും കോടതിക്ക് മുന്നിലെത്തുമ്പോ വെള്ളത്തിൽ വെളിയിട്ട പോലെ, ബോംബ് പൊട്ടിയതുപോലെ ചിന്ന ഭിന്നമാകുകയാണ്. ഒന്നും ഇവർ നൽകുന്ന തലക്കെട്ടുകളും ഇവർ കൊടുക്കുന്ന സ്റ്റോറികളും ഒന്നും ഏൽക്കുന്നില്ല എന്നുള്ളതാണ് കോടതി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഇവർക്ക് വലിയ നിരാശയാ. അപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പോ ഏതെങ്കിലും പൊട്ടന്മാരെ വിളിച്ച് ക്യാമറക്ക് മുന്നിൽ ഇരുത്തുക, എന്നിട്ട് അവരോടെ കൊണ്ട് കോടതിക്ക് വിപരീതമായി എന്തെങ്കിലും പറയിപ്പിക്കുക. അപ്പൊ അതങ്ങനെ പറഞ്ഞാൽ ഇവരത് ബാധിക്കൂല, പക്ഷെ ആ പറയുന്ന പൊട്ടനെ അത് ബാധിക്കും ചെയ്യും. എന്നിട്ട് കോടതിക്കെതിരെ നിരന്തരമായ വിമർശനങ്ങള്, ആക്ഷേപങ്ങള്, അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു വികാരം അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനുള്ള വലിയ ശ്രമങ്ങള് മാപ്രകളുടെ ഭാഗത്ത് ഉണ്ടാവുന്നു. ഞാൻ വീണ്ടും അതുകൊണ്ടാണ് ഞാൻ ഇറ്റങ്ങളെ മാപ്രകൾ എന്ന് വിളിക്കുന്നത്. മലരികൾ എന്ന് വിളിക്കണം. അതിനപ്പുറത്തേക്ക് പല വാക്കുകളുമാണ് ഇവരെ വിളിക്കേണ്ടത്. പക്ഷേ അത് യോജിച്ചതല്ലാത്തത് കൊണ്ട് മാത്രമാണ് വിളിക്കാത്തത്. എന്തിന്? അവർക്ക് യോജിച്ചതല്ലാത്തത് കൊണ്ടല്ല. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് അത്തരം വാക്കുകൾ ഉപയോഗിക്കാത്തത്. അപ്പൊ ഈ മലരുകള് നടത്തുന്ന ക്രിമിനൽ കളികള്, അതിനെയാണ് കോടതി വിളിക്കുന്നത്. ഇവർ പടച്ചുവിടുന്ന തലക്കെട്ടുകൾ, ഇവരുടെ സ്റ്റോറികളൊക്കെ വെറും വെള്ളത്തിൽ വെളിയിട്ട പോലെ ആയി പോവുകയാണ്, ചിന്ന ഭിന്നമായി പോവുകയാണ് കോടതിക്ക് മുന്നിലെത്തുമ്പോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ ഇന്നലെ നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന 2ാമത്തെ പരാതി. ആ പരാതിയെ കുറിച്ച് ഇവര് അനുമാനിച്ചത്, വ്യാഖ്യാനിച്ചതൊക്കെ വളരെ ഗുരുതരമായ പരാതി എന്നാ. എങ്ങനെ? ആദ്യത്തെ പരാതിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ 2ാമത്തെ പരാതി കുറച്ചുകൂടി സ്ട്രോങ് ആണെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. പക്ഷെ കോടതിയിലെത്തിയപ്പോ, നിയമത്തിന് മുന്നിലെത്തിയപ്പോ ആ നിയമം പറയുന്നതും കോടതി പറയുന്നതും എന്താണെന്ന് അറിയാം? ഈ 2ാമത്തെ പരാതി തന്നെ സംശയാസ്പദമാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? കോടതി സംശയാസ്പദം എന്ന് പറഞ്ഞാൽ ആ പരാതി ഇങ്ങനെ തള്ളി മാറ്റി വെക്കേണ്ട പരാതിയാണെന്ന, പരിഗണിക്കേണ്ട വിഷയമേ അല്ല എന്നാണ് കോടതി പറയുന്നത്. അപ്പൊ ഇവർക്ക് വീണ്ടും
വലിയ കുരുപൊട്ടലും ക്രീമു കടിയുമാണ്. എന്താണ് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ട വളരെ ഗുരുതരമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടതാണല്ലോ, പിന്നെന്താ കോടതി അങ്ങനെ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. ആരാ വ്യാഖ്യാനിച്ചത്? വ്യാഖ്യാനിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരാണോ? പ്രോസിക്യൂഷൻ ആണോ? അല്ല, വ്യാഖ്യാനിച്ചത് കേരളത്തിലെ മാപ്രകളാണ്. അത് അവരുടെ അജണ്ടകളാണ്, അവരുടെ താല്പര്യങ്ങളാണ്. അവര് നിങ്ങളുടെ വ്യാഖ്യാനം, മാപ്രകളുടെ വ്യാഖ്യാനങ്ങൾ അത് കേൾക്കാതെ പോകുമ്പോൾ, അത് കോടതി തള്ളിക്കളയുമ്പോഴാണ് ഇവർക്ക് വലിയ നിരാശ ഉണ്ടാകുന്നത്. അതാണ് ഇപ്പൊ സജി നന്ദിയായിട്ട് പറയുന്നത്. അതാണ് റിപ്പോർട്ടർ ടിവിയിലെ സ്മൃതി പരുത്തിക്കാട് ഇങ്ങനെ വാ തുറക്കാതെ വളരെ വളരെ മൂകരായിക്കൊണ്ട് ഇരുന്ന് കേൾക്കുക. മറുപടിയില്ലെന്നേ, വായടപ്പൻ മറുപടിയല്ല സജി നന്ദിയാട് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇവരുടെ തനി സ്വരൂപം കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്.